ദച്ചു, നിന്റെ മാരേജ് ഫിക്സ് ചെയ്തു. ആ, അതിനിപ്പോ എന്താ? നിനക്ക് കുഞ്ഞു കളിക്കാനുള്ള സമയമല്ല ഇത്. താഴെ വിദ്യ ആൻറ്റിയും ദൈവങ്ങളും ഒക്കെ എന്തൊരു ഹാപ്പിയാണെന്ന് അറിയാമോ? എനിക്ക് നിന്നെ മനസ്സിലാവുന്നില്ല ദച്ചു. നീ ഒരൊറ്റ ആള് കാരണം എത്ര പേരുടെ സന്തോഷമാ ഇല്ലാതാവാൻ പോകുന്നത്. മീനു, ഞാനതിനിപ്പോ എന്ത് ചെയ്തു എന്നാ? എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ ദച്ചു. നിനക്കൊന്നും അറിയില്ലല്ലേ? നീ ആദ്യം ഇക്കാര്യം എന്നോട് പറഞ്ഞപ്പോൾ ഞാനധികം റിയാക്ട് ചെയ്യാഞ്ഞത് നീ അപ്പോഴത്തെ ദേഷ്യത്തിന്റെ പുറത്ത് പറഞ്ഞതായിരിക്കുമെന്ന് കരുതിയ. നീ ഇത് എന്ത് ഭാവിച്ച ദച്ചു? ഒരാളോടുള്ള പ്രതികാരത്തിന് മറ്റൊരാളെ കല്യാണം കഴിച്ച് നിന്റെയും അയാളുടെയും ജീവിതം നശിപ്പിക്കാനാണോ നിന്റെ ഭാവം? ഞാനായിട്ട് ആരുടെയും ജീവിതം നശിപ്പിക്കില്ല, ആരുടെയും സന്തോഷവും തല്ലിക്കെടുത്തില്ല. ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാ മീനു. സോറി ദച്ചു, നീ ആർക്കും ദോഷം വരുന്നതൊന്നും ചെയ്യില്ലെന്ന് ആരെയൊക്കെ നന്നായി എനിക്കറിയാം. പക്ഷേ നീ പെട്ടെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊന്ന് പേടിച്ചു. ആ, അത് വിട്. നിനക്ക് നിന്റെ ഭാവി വരനെ കുറിച്ച് ഒന്നും അറിയണ്ടേ ദച്ചു? ആദിശങ്കറിൻ്റെയും അഭിനവിൻ്റെയും അമ്മമാർ രണ്ടും രണ്ടാണ് മീനു. അതിൽ പരം എനിക്കൊന്നും അറിയണമെന്നില്ല. ശരി, പക്ഷേ കല്യാണം പെട്ടെന്ന് നടത്താമെന്ന് ദൈവങ്ങൾ പറഞ്ഞപ്പോൾ നീ എന്താ എതിരൊന്നും പറയാതിരുന്നത്? ഞാൻ എന്തിനാ മീനു അതിനെതിര് പറയുന്നേ? അല്ല, ഇത്ര പെട്ടെന്ന് കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് നടന്നാൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ അഭിനവും അവൻ്റെ അമ്മയും ഇതെങ്ങനെയെങ്കിലും മുടക്കാൻ നോക്കും. ആ പിള്ളേരെ, നിങ്ങൾ ഇവിടെ ഇരിക്കുവാണോ? ദേ, കല്യാണം പെട്ടെന്ന് നടത്താൻ തീരുമാനിച്ചത് കൊണ്ട് അധികം ദിവസങ്ങളില്ലെന്ന് അറിയാമല്ലോ. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളതാ? ഓ എൻ്റെ അമ്മേ, 2 മാസം ഉണ്ടല്ലോ കല്യാണത്തിന്. അതിനെത്ര ധൃതി പിടിക്കുന്നത് എന്തിനാ? എന്താടി പറഞ്ഞേ? 2 മാസമെന്നോ? 60 ദിവസം കഷ്ടിച്ചില്ല, എന്നിട്ട് അവളുടെ 2 മാസം. അല്ല, ആദ്യമോ നിന്നെ വിളിച്ചായിരുന്നോ? ഇല്ല, വിളിച്ചില്ല. ആണോ? ചിലപ്പോൾ മറന്നുപോയി കാണും. നീ ഒന്ന് അങ്ങോട്ടേക്ക് വിളിച്ചേക്ക്, എന്നിട്ട് സംസാരിക്കേ. കേട്ടോ മീനുമോളെ, ആദ്യമോനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനും ദേവേട്ടനും കരുതി ഇവർ തമ്മിൽ ഇഷ്ടത്തിലായിരിക്കുമെന്ന്. പിന്നെയല്ലേ ഇവള് പറയുന്നേ ആദിക്ക് ഇവളെ അറിയ പോലുമില്ല, ഇവൾ അവനെ എവിടെന്നോ കണ്ടിഷ്ടപ്പെട്ട് ഞങ്ങളോട് വന്ന് പറഞ്ഞതാന്ന്. എവിടെന്നാണാവോ കണ്ടിഷ്ടപ്പെട്ടത്? ദച്ചു, നീ എന്തായാലും മോനെ വിളിച്ച് സംസാരിക്കേ. ആ അമ്മേ, ഞാൻ വിളിച്ചോളാം. എങ്കിൽ ശരി, ഞാൻ താഴോട്ട് ചെല്ലട്ടെ. എൻ്റെ ദച്ചു, നീ ഇനി എന്തൊക്കെ കളങ്ങളാ പറയാൻ പോകുന്നേ? ഒരിക്കൽ എല്ലാവരും ഇതറിയും. അന്ന് ഏറ്റവും കൂടുതൽ തകരാൻ പോകുന്നത് വിദ്യ ആൻറ്റിയും ദൈവങ്ങൾ തന്നെയായിരിക്കും. എനിക്കറിയാം മീനു, പക്ഷേ ഇപ്പം എനിക്കിതല്ലാതെ വേറെ വഴിയില്ല. അബി, ഇത് കൈവിട്ട് പോകുന്ന അവസ്ഥയാ. കല്യാണം പെട്ടെന്ന് നടത്താനാ അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യാനാ നിന്റെ പ്ലാൻ? മോം, ദൃഷ്ടി എന്റെ നമ്പർ ബ്ലോക്ക് ചെയ്തിരിക്കുക. മറ്റ് പല നമ്പറിൽ നിന്നും ഞാൻ വിളിച്ചു നോക്കി, പക്ഷെ എടുക്കുന്നില്ല. നേരിട്ട് ചെന്ന് കാണാമെന്ന് വെച്ചാ അതിനുള്ള ധൈര്യം എന്റെ മോനില്ല അല്ലേ? അത് പിന്നെ മോമിനെ അവളെ ശരിക്കും അറിയാനിട്ടാ. ദേഷ്യപ്പെട്ട അവളുടെ അടുത്ത് ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഒരു വട്ടം ഞാൻ അവളുടെ കയ്യിലൊന്ന് പിടിക്കാൻ നോക്കിയപ്പോൾ എന്റെ കരണം നോക്കി ഒന്ന് തന്നതാ. അതിൽ പിന്നെ ഞാൻ അവളുടെ അടുത്തേക്ക് ചെന്നിട്ടില്ല. അപ്പോ അവൾക്ക് നിന്നെ ഇഷ്ടമല്ലായിരുന്നോ? അങ്ങനെയല്ല മോം, അവളുടെ ഓരോ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായിരുന്നു അവൾ മാരേജിന് ശേഷമുള്ള ലൈഫിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണെന്ന്. എപ്പോഴും എന്നോട് പറയുമായിരുന്നു നത്തിങ് ഈസ് പെർമനന്റ് എന്ന്. ട്രസ്റ്റ് ഇഷ്യൂസ് ഉള്ള കൂട്ടത്തിലാവൾ. അതുകൊണ്ട് തന്നെ ഒരിക്കലും മാരേജ് കഴിയാതെ അവൾ ഫിസിക്കൽ റിലേഷനിലാവില്ലെന്ന് മനസ്സിലാക്കാൻ എനിക്ക് അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. ഇനി ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അബി. അവളെ അവൻ കെട്ടാൻ പോകുമല്ലേ? കെട്ടുവാണേ കെട്ടട്ടെ മോം. എന്തായാലും ദൃഷ്ടി ഏട്ടന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിലേക്ക് തന്നെയല്ലേ വരാൻ പോകുന്നത്. അബി, നീ എന്ത് മണ്ടത്തരമായി വിളിച്ച് പറയുന്നേ? അവൻ കെട്ടുവാണെങ്കിൽ കെട്ടട്ടെ എന്നോ? അതെങ്ങനെ ശരിയാവും? നീ കെട്ടുന്ന പോലെ ആവുമോ അത്? അവൾ അവന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിലേക്ക് വന്നാൽ നമുക്കെന്ത് ഗുണം? മോം ടെൻഷൻ ആവാതെ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ദൃഷ്ടി ഇവിടെയുണ്ടെങ്കിൽ എനിക്ക് അവളോട് അടുക്കാൻ എളുപ്പമായിരിക്കും. അവർ കല്യാണം കഴിച്ചാലും അവരെ ഞാൻ പിരിക്കും. അത് നീ കരുതുന്ന പോലെ അത്ര എളുപ്പമാവണമെന്നില്ല. എന്റെ അഭിപ്രായത്തിൽ കല്യാണം കഴിയുന്നത് വരെ കാത്തു നിൽക്കാതെ ഇപ്പോൾ തന്നെ രണ്ടിനെയും 2 വഴിക്കാക്കുന്നതാണ് നല്ലത്. ഇല്ല മോം, ഇപ്പോൾ നമുക്കൊന്ന് ഒതുക്കാം. ഡാഡിന് മോമിന്റെ മേലെ ഇപ്പോഴേ സംശയമുണ്ട്. അതുകൊണ്ട് ഈ കല്യാണം മുടങ്ങിയ അത് ശരിയാവില്ല. നമുക്ക് ഇപ്പോൾ ഉള്ളത് കൂടി ഇല്ലാതാക്കും. എന്തായാലും അവരുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. ഞാൻ അവരെ എങ്ങനെയെങ്കിലും പിരിച്ചിരിക്കും. ട്രസ്റ്റ് മീ. ആഹാ, എന്താ ഇവിടെ മമ്മിയും മമ്മിയുടെ അഭിമോനും കൂടി ഒരു ഗൂഢാലോചന? ഞങ്ങൾ തമ്മിൽ അങ്ങനെ പലതും സംസാരിക്കും.
അതൊക്കെ നിന്നോട് പറയണോ? ഏയ്, എന്തു വേണേലും പറഞ്ഞു. ലാസ്റ്റ് തള്ളയും മോനും കൂടി എൻ്റെ സെക്കൻഡ് ജീവിതത്തിലേക്ക് കുതിര കയറാൻ വന്ന അപ്പോഴാണ് എൻ്റെ സ്വഭാവം മാറാൻ പോകുന്നത്. ആ നാശം പിടിച്ചവനെ വക്കാലത്തും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുക. ഇതേ തള്ളേ, നിങ്ങളെന്റെ കൈക്ക് പണിയുണ്ടാക്കി വെക്കല്ലേ. ശ്രീ, വേണ്ട. എന്റെ പൊന്നാതി, നീ എങ്ങനെയാ ഈ തള്ളയെ സഹിക്കുന്നേ? മോം, വാ നമുക്ക് പോകാം. അങ്ങനെ നല്ല കാര്യം വല്ലതും ചെയ്യ്. ഈ സ്ത്രീയെ വിളിച്ചോണ്ട് പോകുന്നതായിരിക്കും നിനക്കും ഇവർക്കും നല്ലത്. എടാ ചെറുക്ക, നിന്റെ അഹങ്കാരം തലയ്ക്ക് പിടിച്ച സ്വഭാവം ഉണ്ടല്ലോ, ഞാൻ നിർത്തി തരുന്നുണ്ട്. ഒന്ന് പോ തള്ളേ. എന്റെ പൊന്നു ശ്രീ, നീ ഒന്നിങ്ങ് വന്നേ. എടാ ആദി, ഞാനിങ്ങോട്ടേക്ക് കയറി വരുമ്പോ നിന്റെ ആ രണ്ടാനമ്മയും അവരുടെ മകനും കൂടി നിന്നെയും ദൃഷ്ടിയും പിരിക്കാനുള്ള പ്ലാൻ ഇടുകയായിരുന്നു. അവരെന്തിനാ എന്നെയും ദൃഷ്ടിയും പിരിക്കാൻ ശ്രമിക്കുന്നത്? എന്റെ പൊന്നാദി, നിനക്ക് ഇനി അവരുടെ സ്വഭാവം മനസ്സിലായിട്ടില്ല. അവരുടെ മകന് കിട്ടാത്ത സൗഭാഗ്യം നിനക്ക് കിട്ടുമ്പോഴുള്ള കുത്തലാണ് അവർക്ക്. ദൃഷ്ടിയെ അഭിക്ക് വേണ്ടിയല്ല നിനക്ക് വേണ്ടി ആലോചിക്കുന്നതെന്ന് അറിഞ്ഞപ്പോ അവരിവിടെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയതെന്ന് മഹിയങ്കൾ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എന്തായാലും അവര് അടങ്ങിയിരിക്കില്ല. നിങ്ങളെ തമ്മിൽ പിരിക്കാനുള്ള പുതിയ തന്ത്രവുമായിട്ടായിരിക്കും അവരുടെ വരവ്. എന്തായാലും വരട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. എടാ, ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്ത് ചെയ്യാൻ? നീ ദൃഷ്ടിയെ തന്നെ വിവാഹം കഴിക്കും. ദൃഷ്ടി ആദിക്കുള്ളതാ, അഭിക്കുള്ളതല്ല. ഇനി ഇതിന്റെ ഇടയിലൂടെ എന്തെങ്കിലും പണിയായിട്ട് അവര് വന്നാ എനിക്കറിയാം എന്താ വേണ്ടേന്ന്. ആരാടാ? അറിയില്ലടാ, അൺനോൺ നമ്പറാ. എന്തായാലും നീ എടുത്ത് സംസാരിക്ക്. ഹലോ, ആദിശങ്കർ അല്ലേ? അതെ. ഇതാരാ സംസാരിക്കുന്നേ? ഞാൻ ദൃഷ്ടിയാ. അയ്യോ സോറി, എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. അതിനെന്തിനാ സോറിയൊക്കെ പറയുന്നേ? ഇങ്ങോട്ടേക്ക് വിളിക്കുമെന്ന് വിചാരിച്ചാ ഞാൻ ഇത്രയും നാൾ അങ്ങോട്ടേക്ക് വിളിക്കാതിരുന്നത്. എടോ, അത് പിന്നെ തന്റെ നമ്പറാണെന്ന് കരുതി എനിക്ക് വേറെ ഏതോ നമ്പറാ അച്ഛൻ തന്നത്. ആ, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു. എന്താണോ താൻ ചോദിക്ക്. അത് ഈ വിവാഹത്തിന് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ആർക്ക്? എനിക്കോ? ആ അതെ, പെട്ടെന്നെടുത്ത തീരുമാനമായതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ടാ. ഏയ് ഇല്ലടോ, എനിക്ക് വിവാഹത്തിന് ഒരു എതിർപ്പുമില്ല. പിന്നെ പെട്ടെന്നെടുത്ത തീരുമാനമാണെന്നുള്ളത് ശരിയാ, പക്ഷേ നമുക്ക് തമ്മിൽ പരസ്പരം അറിയാൻ ഇനിയും സമയമുണ്ടല്ലോ. കല്യാണത്തിന് മുമ്പിനി നമ്മൾ തമ്മിൽ കണ്ടെന്ന് വരില്ല. എങ്കിൽ ശരി, ഞാൻ വെക്കുക. ആ ശരിയടോ. എന്താ മോനെ നിന്റെ പ്രിയതമ വിളിച്ചിട്ട് പറഞ്ഞത്? അവള് പിന്നെ വെറുതെ അല്ല. നിനക്കെങ്ങനെ മനസ്സിലായി ദൃഷ്ടി അതിനെ വിളിച്ചെന്ന്? അത് നിന്റെ ഓന് സംസാരം കേട്ടപ്പോ മനസ്സിലായി. അവളെന്നിട്ട് എന്താ പറഞ്ഞേ? ഓ, എന്റെ ഓന് സംസാരം കേട്ടിട്ട് അവൾ എന്നെ വിളിച്ചെന്ന് കണ്ടുപിടിച്ച ആളല്ലേ നീ? എന്നാ ഇതും കൂടി ഒന്ന് കണ്ടുപിടിക്കേ. ആദി, ദേ നോക്ക്, ദാ വരുന്നു നിന്റെ പെണ്ണ്. എടാ മതി, ഒരു മയത്തിലൊക്കെ നോക്ക്, നിനക്കുള്ളത് തന്നെയാ. പോടാ. നോക്കബി, അവരുടെ കല്യാണം കഴിഞ്ഞു. ഇനി നീ പറഞ്ഞ പോലെ നിനക്ക് അവളോട് അടുക്കാൻ പറ്റുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? യെസ്. ഇനി അവളുടെ മനസ്സിൽ നമ്മൾ അവന്റെ കുറ്റങ്ങൾ കുത്തി നടക്കും. ഞാൻ അവളുടെ മുന്നിൽ നല്ലവനായി അഭിനയിക്കും. അപ്പോൾ എന്തായാലും അവൾ അവനെ ഒഴിവാക്കിയിട്ട് എന്നെ സ്വീകരിക്കും. നിന്റെ പ്ലാൻ എല്ലാം കൊള്ളാം അബി, പക്ഷേ ദൃഷ്ടിയെക്കുറിച്ച് നീ പറഞ്ഞത് കേട്ട് വെച്ച് നോക്കുമ്പോൾ അവൾ അങ്ങനെ ഒരു പെൺകുട്ടിയല്ല. പിന്നെ ഇതെങ്ങനെ പോസിബിൾ ആകും? ഐ നോ, ബട്ട് നമ്മളിത് പോസിബിൾ ആക്കിയേ പറ്റൂ. അമ്മ എൻ്റെ കൂടെ ഉണ്ടാവില്ലേ? അതെന്ത് ചോദ്യമാണ്? ഈ അമ്മ എന്തിനും നിന്റെ കൂടെ ഉണ്ടാകും. തള്ളയും മോനും കൂടി കാര്യമായിട്ട് എന്തോ പ്ലാനിങ്ങിലാണല്ലോ. എല്ലാം പൊളിച്ച് കൈ കൊടുക്കുന്നുണ്ട് ഞാൻ. മോളെ ദച്ചു, ഞങ്ങൾ എന്നെ ഇറങ്ങുക. മോനെ കൂട്ടി പെട്ടെന്ന് അങ്ങോട്ട് വന്നേക്കണേ. ആ അമ്മ, മോനെ നന്നായി നോക്കണേ, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കരുത്. ഓ ഇല്ല എൻ്റെ അമ്മ, ഞാൻ നോക്കിക്കോളാം. മോനെ ആദി, അവൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാ നീ ഒന്ന് ക്ഷമിച്ചേക്കണേടാ. അമ്മ ധൈര്യമായിട്ടിരിക്കും. ദൃഷ്ടി എന്നും എൻ്റെ കൈകളിൽ സുരക്ഷിതമായിരിക്കും. മതി മോനെ, അമ്മയ്ക്ക് ഇത് മാത്രം കേട്ടാ മതി. മോളെ, എന്ന് ഞങ്ങൾ ഇറങ്ങുക. ആദി, നാളെ രണ്ടുപേരും വരില്ലേ? വരൂ അച്ഛാ. ദച്ചു, എവിടെയിടി ആ ചതിയൻ? എനിക്കറിയില്ല. എന്തായാലും എനിക്ക് സമാധാനമായി. അല്ല, നിന്റെ കെട്ടിയോൻ എവിടെ?
എനിക്ക് അറിയില്ല. നിനക്ക് പിന്നെ എന്താ അറിയാ? മോളെ ദൃഷ്ടി. ഓ, വരുന്നുണ്ട് മാരണം. ദൃഷ്ടി മോൾക്ക് എന്നെ അറിയുവോ? ഞാൻ ആദിയുടെ അമ്മയാ. രണ്ടാനമ്മ. മോൾക്കറിയോ, ആദിക്ക് ഞാനെന്ന് വെച്ച ജീവനാ. പക്ഷെ മഹിയേട്ടന് പേടിയാ അവൻ എന്നോട് അടുക്കുന്നത്. അവന്റെ സ്വന്തം അമ്മ മരിച്ചതുപോലെ എനിക്കും എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന പേടിയാ മഹിയേട്ടന്. മോൾക്കറിയോ, അവന്റെ ജാതകത്തിൽ ആദ്യ ഭാര്യ മരിക്കും എന്നാ പറഞ്ഞേക്കുന്നെ. എനിക്കറിയാം മോൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ മഹേട്ടനോട് പറഞ്ഞതാ എല്ലാം തുറന്നു പറയാൻ. പക്ഷെ ആദ്യം സമ്മതിച്ചില്ല. എന്റെ പൊന്ന പെരുങ്കളി. മോളോട് ഇത് ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അയ്യോ ദച്ചു, നമ്മളിനി എന്ത് ചെയ്യും? എന്നാലും ആൻറ്റിക്ക് ഇപ്പോഴേലും ഇതെല്ലാം പറയാൻ തോന്നിയല്ലോ. നീ വാ ദച്ചു, ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. ഇനി കുടുംബമായിട്ട് ഒരു ബന്ധവും നമുക്ക് വേണ്ട. അയ്യോ, ഞങ്ങൾക്കുള്ള കുഴിയാണോ തോണ്ടിയെ? മാറ്റി പറഞ്ഞേക്കാം. അയ്യോ മക്കളെ, നിങ്ങൾ എടുത്തു ചാടിയൊന്നും ചെയ്യണ്ട. എന്തായാലും ദൃഷ്ടി മോൾക്കിപ്പോ ഒന്നും പറ്റിയില്ലല്ലോ. അപ്പൊ അത് വെറുതെ ആയിരിക്കും. മോൾ ആദ്യം വേണ്ടെന്ന് വെച്ചോ, പക്ഷേ ഈ കുടുംബത്തെ ഒഴിവാക്കണ്ട. അല്ല ആൻറ്റി, അതെങ്ങനെ ശരിയാവും? ഇവര് ബന്ധം പിരിഞ്ഞ പിന്നെ ദച്ചുവിന് ഈ ഫാമിലിയായിട്ട് എന്ത് ബന്ധമാവുള്ളേ? അത് പിന്നെ മോളെ, എനിക്ക് വേറൊരു മകനും കൂടി ഉണ്ട്, അഭിനവ്. ദൃഷ്ടി മോൾക്ക് അവൻ നന്നായി ചേരും. ഈ തള്ളയെന്ന് ഞാൻ വേണ്ട ശ്രീ, അവര് പറയട്ടെ. ഓ, അപ്പൊ അതാണല്ലേ നിങ്ങളുടെ മനസ്സിലിരിപ്പ്? ഞാൻ ആദ്യമേ ഇവളോട് പറഞ്ഞതാ, ഈ കുടുംബത്തിൽ നിന്ന് ഒരു ബന്ധവും നമുക്ക് വേണ്ട എന്ന്. ഇങ്ങനൊരു നശിച്ച കുടുംബീനും മതി. നിന്റെ സംസാരം അതിര് കിടക്കുന്നുണ്ട്. ഇപ്പൊ ഇത് എന്റെയും കൂടെ കുടുംബമാ, അത് നീ മറക്കണ്ട. പിന്നെ എന്നെ എന്റെ ഭർത്താവിനെയും പിരിക്കാമെന്ന് ആരും വ്യാമോഹിക്കണ്ട. അതൊരിക്കലും നടക്കില്ല. അടിപൊളി. കേട്ടോടാ, നിനക്ക് പറയാൻ പറ്റാത്തത് നിന്റെ കെട്ടിയോട് പറഞ്ഞു. എനിക്കിഷ്ടപ്പെട്ടു. ആരെ? അവളെയോ? അവൾ എന്റെയാ? ഒന്ന് പോടാ. എന്തായാലും അവളെ കുറിച്ചുള്ള എന്നെ പേടി മാറിക്കിട്ടി. നിന്നെപ്പോലെയല്ല. എന്തായാലും നിന്നെപ്പോലെ ആയിരുന്നെങ്കിൽ പെട്ടുപോയനെ. ആരെന്ത് പറഞ്ഞാലും കേട്ടുകൊണ്ട് നിന്നോളും. ആ ആന്റി, എന്തു പറ്റി? പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടന്നില്ല അല്ലേ? ഒന്ന് പോടാ ചെക്ക. ദച്ചു, ഐ എം സോറി. ഞാൻ പെട്ടെന്ന്. സാരമില്ലടി, എനിക്ക് മനസ്സിലാവും. പക്ഷേ ഒരു കുടുംബത്തിലെ ഒന്നോ രണ്ടോ പേരിങ്ങനെയാണെന്ന് കരുതി നമ്മളെല്ലാവരും കുറ്റക്കാരാക്കരുത്. ഞാൻ ലക്കിയാണ് അല്ലേടാ? അഭി, കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്ന അവസ്ഥയാ. എന്താ മോൻ, എന്തു പറ്റി? ഞാനിപ്പോ ദൃഷ്ടിയുടെ അടുത്ത് നിന്നാ വരുന്നത്. അവരെ പിരിക്കാൻ എന്നോണം ഞാൻ അവനെ കുറിച്ച് അവളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അവൾ എന്താ പറഞ്ഞത് കേൾക്കണോ നിനക്ക്? ദൃഷ്ടി എന്താ പറഞ്ഞത്? അവളെയും അവളുടെ ഭർത്താവിനെയും പിരിക്കാൻ ആരും വ്യാമോഹിക്കണ്ടായിരുന്നു. എന്താ? ദൃഷ്ടി അങ്ങനെ പറഞ്ഞോ? ആടാ മോനെ, അതുകൊണ്ടാ ഞാൻ പറയുന്നേ. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അവരടുക്കും തോറും നമുക്കത് അപകടമായിരിക്കും. ഇപ്പോ കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി അധികം വൈകിക്കാതിരിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. നമ്മ ഇങ്ങനെ ടെൻഷൻ എടുക്കാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. വേണം മോനെ. ദൃഷ്ടിയുടെ സ്വത്തെല്ലാം കിട്ടിയിട്ട് വേണം നമ്മളെ താഴ്ത്തി കിട്ടിയവരോടൊക്കെ മറുപടി പറയാൻ. നിന്റെ അച്ഛനോടും അയാളുടെ ആ മൂത്ത മകനോടും എനിക്ക് കണക്ക് ചോദിക്കണം. അവരുടെ നാശം അതെനിക്ക് കാണണം. അതിന് ദൃഷ്ടി നമ്മുടെ കൂടെ നിന്നേ പറ്റൂ. എല്ലാം എൻ്റെ മമ്മിയുടെ ആഗ്രഹപ്രകാരം തന്നെ നടക്കും. ദൃഷ്ടിയെ ഞാൻ സ്വന്തമാക്കും. അപ്പോ അവളുടെ സ്വത്തും നമുക്ക്. അല്ല മോനെ, ഇനി എന്താ നിന്റെ പ്ലാൻ? ദൃഷ്ടിയുടെ അടുത്ത് ഏട്ടൻ്റെ കുറ്റങ്ങൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല മമ്മ. അവളുടെ അടുത്ത് ഈ പ്ലാനൊന്നും ഏറ്റില്ല. പിന്നെ എന്ത് ചെയ്യും? ഏട്ടൻ്റെ മനസ്സിൽ നമ്മൾ സംശയം കുത്തി നിറയ്ക്കണം. ഏട്ടൻ ദൃഷ്ടിയെ സംശയിക്കാൻ തുടങ്ങണം. അത് കൊള്ളാം മോനെ. പക്ഷേ എങ്ങനെ? ആദിക്ക് സംശയം തോന്നണമെങ്കിൽ അങ്ങനെ ഒരാൾ വേണ്ടേ? എൻ്റെ ഏട്ടത്തി അമ്മയോട് ഇടപെടുക്കാൻ ഞാനിവിടെ ഉള്ളപ്പോൾ എന്തിനമ്മ നമ്മൾ വേറെ ആളെ അന്വേഷിച്ചു പോകുന്നത്? ഏട്ടൻ്റെ മനസ്സിൽ എങ്ങനെ കനൽ കോരിയിടണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മമ്മ അതോർത്ത് വിഷമിക്കണ്ട. എന്ത് വൃത്തികേട് കാണിച്ചിട്ടായാലും അവളുടെ സ്വത്തെല്ലാം നമുക്ക് കൈക്കലാക്കണം.
അയ്യോ, ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? ഹലോ, താനിത് എന്താലോചിച്ചിരിക്കുക? ഏയ്, ഒന്നുമില്ല. അപ്പൊ എങ്ങനാ തുടങ്ങുമല്ലേ? എന്ത്? വാ, വന്ന് കിടക്ക്. വാടോ, എനിക്ക് ഉറക്കം വരുന്നു. ഹോ, ഇപ്പോഴാ എൻ്റെ ശ്വാസം ഒന്ന് നേരെ വീണേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.